ആഘോഷങ്ങൾ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. റംസാനും വിഷുവും ഒരുമിച്ചെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ആഘോഷ തിരക്കിലാണ് കൊച്ചി. ഈ ചൂടുകാലത്തും ആഘോഷങ്ങളെ അവർ മാറ്റി നിർത്തുന്നില്ല. കൊറോണക്കാലത്ത് മുങ്ങിപ്പോയ വിപണിയെ ഈ വർഷമെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ടതാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ. ഈ ആഘോഷ നാളുകളിലെ വിപണി എങ്ങനെയുണ്ടെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ നാളുകളായിട്ട് ഈ മാളുകളിലൊക്കെ പിന്നെ ഓരോ വീടുകളിലും കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം പൊതുവേ വഴിയോര കച്ചവടം വളരെ കുറവാണ്. മാത്രമല്ല കാലാവസ്ഥയുടെ മാറ്റം, ചൂട്, അതുപോലെ നോയമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ വഴിയോര കച്ചവടം വളരെ മോശമാണ്. തീരെ കുറവാണ്. എല്ലാ വർഷത്തിനെക്കാട്ട് തീരെ കുറവാണ് ഇപ്പോൾ കച്ചവടം ഇപ്പോൾ അങ്ങനെ ഉഷാറായിട്ടില്ല. ഇപ്പോൾ 4-5 ദിവസമേ ഉള്ളൂ പെരുന്നാൾക്ക്. പക്ഷെ ഇപ്പോൾ കച്ചവടമൊന്നും ഇതായിട്ടില്ല. എന്തായാലും പെരുന്നാൾ ആയി വരുന്നതിന് എല്ലാ വർഷവും ഒരു 10 ദിവസം മുമ്പ് പെരുന്നാളിലേക്ക് കച്ചവടം കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ പെരുന്നാളായി വരുന്ന ഒരു 4 ദിവസമേ ഉള്ളൂ ബാക്കി പെരുന്നാളിലേക്ക്. പക്ഷേ കച്ചവടമൊന്നും ഉഷാറായിട്ടില്ല. ഈസ്റ്ററും റംസാനും വിഷുവും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പം പർച്ചേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കലി ഇവിടെ അല്ല, അടൂരാണ്. അപ്പം നമ്മൾ എറണാകുളത്ത് വരുമ്പോൾ ബ്രോഡ്വേയിൽ സ്ഥിരം വരാറുണ്ട്. അപ്പം നോക്കുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ ആയിട്ട് നല്ല റഷുണ്ട്. പിന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ചൂടാണ്. അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ ആൾക്കാരുടെ ഒരു തിരക്കൂടെ ആകുമ്പോഴത്തേക്ക് ചൂട് കൂടുന്നുണ്ട്. എന്നാൽ തന്നെ അതിനെ അതിജീവിച്ച് എല്ലാവരും വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യമുണ്ട്. ഇനി ഇല്ലെന്നും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല, ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. വിലക്കയറ്റം ബാധിച്ചിട്ടുണ്ടോ ഈ ഒരു ആഘോഷങ്ങളെ? തീർച്ചയായിട്ടും നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഒരു 2000 രൂപ കൊണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് നമുക്കൊന്നും ബാലൻസ് ഉണ്ടാവത്തില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യ സാധനം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അതില്ലാതെ നമുക്ക് ഇപ്പം പാലില്ലാതെ നമുക്ക് ചായ ഇടാൻ പറ്റത്തില്ല. എന്നാൽ പാൽ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം പൈസ കൂടുതലായാലും നമുക്ക് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം പെട്രോളിൻ്റെ ആയാലും പെട്രോളിനും വില കൂടുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് 2 രൂപ കുറച്ചെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു 5 രൂപ കൂട്ടും. അത് നമുക്ക് ചെറിയൊരു ആശ്വാസം തരുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ കാലക്രമേണ എല്ലാത്തിനും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. റേറ്റ് കുറച്ച് എല്ലാവരും കൂടുതലാണ് പൊതുവേ. പിന്നെ മാർക്കറ്റിലാണ് കുറച്ചുകൂടി റേറ്റ് കുറവുള്ളത്. ഭക്ഷണ സാധനങ്ങൾക്കാണോ കൂടുതൽ വില? വിഷു ഓണ സീസണിൽ എന്തായാലും വില കയറുമല്ലോ, അതിൻ്റേതുണ്ട്. പിന്നെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിലിൽ കടന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ഈ ചൂടിൻ്റെ സമയത്ത് ഈ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണോ? ഉച്ചയ്ക്കൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു സമയം ആവണം. കച്ചവടം ഉഷാറാണ്, നല്ല കച്ചവടമുണ്ട്. നല്ല കച്ചവടം. പിന്നെ വില കൂടുതലാന്ന് മാത്രം, സാധനങ്ങളൊക്കെ നന്യായ വില. ഫ്രൂട്ട്സിനൊക്കെ എങ്ങനെയാ വില? പ്രത്യേകിച്ച് നോമ്പ് കാലമല്ലേ? ഫ്രൂട്ട്സിനാണ് ഏറ്റവും കൂടുതൽ വില ഇപ്പൊ. എങ്ങനെ മുന്തിരി മാത്രമേ ഉള്ളൂ? ഞാൻ 3000 ഏതെങ്കിലും ഒരായിട്ട് കൊടുക്കുള്ളൂ ലാട്ടായിട്ട്. പിന്നെ ഏതെങ്കിലും വില ഒരൈറ്റം അങ്ങനെ. ഇപ്പോൾ മുന്തിരി സാധനങ്ങളൊക്കെ വില കൂടുതലാണ്. ഇപ്പൊ ഇനി വിഷുവും കൂടിയാണല്ലോ. പിന്നെ വിഷു ആകുമ്പോൾ ഇതിന്റെ ഡബിൾ വിലയും. അടുത്ത ശനിയാഴ്ച നല്ല വിലയും. ഫ്രൂട്ട്സ് മേടിക്കാനേ പറ്റൂല. ആളുകൾ എത്തുന്നുണ്ടോ? നോമ്പിന്റെ സീസൺ ആയതുകൊണ്ട് എത്തുന്നുണ്ടായിരിക്കും അല്ലേ? നോമ്പിന് കച്ചവടമുണ്ട്. ഫ്രൂട്ട്സ് വില ഇച്ചിരി കയറ്റം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കച്ചവടത്തിന് ഒന്നുമില്ല. ആൾക്കാർ എത്ര വില വേണമെങ്കിലും ആൾക്കാർ മേടിച്ചോളും, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എന്ത് സാധനമാണെങ്കിൽ വില കൂടുമ്പോൾ വിലക്കണ്ണിൽ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടങ്ങൾ? എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണ്. പിന്നെ വൈകുന്നേരം ആൾക്കാർ മാത്രമേ കച്ചവടമൊന്നുമില്ല. നല്ല കച്ചവടം. വിഷുവിനെ ഇപ്പോൾ അടുത്ത ശനിയാഴ്ചയിലുള്ള ഇത് കച്ചവടം ഉണ്ടാവും. ഇപ്പോൾ വിഷുവിനെ കഴിഞ്ഞ ഒരാഴ്ച കൂടി ഉണ്ടല്ലോ, അത് 3-4 ദിവസം ഉണ്ടാവുള്ള, 3 ദിവസം 2 ദിവസം ഉണ്ടാവുള്ള ആ വിഷുവിൻ്റെ തിരക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഞായറാഴ്ച വിഷു, ശനിയാഴ്ചയിലുള്ള തിരക്ക്. ഏതൊക്കെ പച്ചക്കറികളാണ് ഈ ഒരു സമയത്ത് കൂടുതലും വിറ്റുപോയേ? ഇപ്പോൾ ആ വിഷുവിൻ്റെ ടൈം മാത്രമേ ഉള്ളൂ. ആ വെള്ളരി മറ്റേ കണിവൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ആൾക്കാർ അങ്ങനെ അധികം വാങ്ങിക്കുള്ളൂ. അതായത് പച്ചക്കറി പരമായി കുറവാണ് അത് വാങ്ങിക്കുന്നത്. ആ കണിവൊക്കെയുള്ള തെങ്ങ്, ആ വിഷുക്കണി, കൊണ്ടപ്പം, വെള്ളരി, മറ്റേ ഇടിയഞ്ചക്ക, അങ്ങനെ കടച്ചക്ക, ഇങ്ങനെയുള്ള സാധനങ്ങൾ കണിവൊക്കെയാണ്. പച്ചക്കറി വെണ്ടക്ക കാക്കിലൊക്കെ ആൾക്കാർ വാങ്ങിക്കും. അതിന് നേരം ഭക്ഷണം കഴിക്കും. വിഷുവിലും കുഴപ്പമില്ല, ഇപ്പോൾ പറഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും ആൾക്കാർക്ക് ആവശ്യമുള്ള ഇത് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആണ്, ആവശ്യം വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്കൊരു കുഴപ്പമൊന്നും. എത്ര നാളോ ഇനിയിപ്പം പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുക, അപ്പൊ ഈ ഒരു തിരക്ക് എത്ര ദിവസം കൂടെ നിൽക്കുമെന്ന് തോന്നണേ? ഈ പെരുന്നാൾ വരെ തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറഞ്ഞു പോകും കച്ചവടം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ പോണ ആൾക്കാരുടെ തിരക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കാണ്. വിഷുവും കുഴപ്പമില്ല. വിഷുവിടെ പറയുമ്പോൾ
സാധാരണ അത് ചെറിയ കച്ചവടമായിരിക്കും. ഈ കശുവണ്ടി മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. 100 രൂപയ്ക്ക് മസാല ക്രിസ്മസ് ഉണ്ട്, വിഷു ഉണ്ട്, ഓണമുണ്ട്. ഒരു 50 രൂപ 100 രൂപയ്ക്ക് മസാല എടുത്തപ്പോൾ കുഴപ്പമില്ല. എല്ലാം നല്ലതുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പൊതുവേ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു അവസരമാണ്. പിന്നെ ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നതനുസരിച്ച് അവർ അങ്ങനെ പോകുന്നു. ഇപ്പം ഞങ്ങളൊരു ചെരുപ്പ് വിൽക്കുന്നു, ഫുട്പാത്തിൽ ഞങ്ങൾ 250 രൂപയ്ക്ക് ഒരു കുട്ടിയുടെ ചെരുപ്പ് വിൽക്കണമെങ്കിൽ അത് ഓൺലൈനിൽ 240 രൂപയ്ക്ക് വീട്ടിലെത്തും. അപ്പോൾ ആ കച്ചവടക്കാർക്ക് ഫുട്പാത്തിൽ വന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് പാരമ്പര്യമായിട്ട് നിൽക്കുന്നതല്ല, ഈ ലോകം ഉണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് വഴിയോര കച്ചവടം. അപ്പോൾ ഇതിനൊരു ആക്ട് വന്നത് തന്നെ 2004 കേന്ദ്ര ഗവൺമെൻറ് ഇതിനൊരു ആക്ട് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് 2011 കേരള ഗവൺമെൻറ് വഴിയോര കച്ചവടക്കാരുടെ ഒരു നിയമം കൊണ്ടുവന്നു. ഇതൊക്കെ വന്നെങ്കിൽ പോലും ഇപ്പം കൊച്ചിൻ കോർപ്പറേഷൻ സംഭവം 2253 പേർക്ക് ലൈസൻസ് ID കാർഡും പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിൽ 1132 പേർക്ക് മാത്രമേ സാങ്ഷൻ ആയിട്ടുള്ളൂ. കാര്യം ഇരിപ്പിടം അത്രയുള്ള സ്ഥലത്തേ ഉള്ളൂ. കാര്യം ഇത്രയും കച്ചവടക്കാരെ ഇരുത്താനുള്ള സ്ഥലം ഈ ഫുട്പാത്തുകളിലൊന്നും ഇല്ല. രാത്രിയായിട്ടും കൊച്ചിയിലെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപത്തെ അപേക്ഷിച്ച് കച്ചവടം മോശപ്പെട്ടവർ, വരും ദിവസങ്ങളിൽ കച്ചവടം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, ചൂടിനെ പഴിച്ചുകൊണ്ട് സാധനം വാങ്ങാനെത്തുന്ന ജനങ്ങൾ. എന്തൊക്കെയായാലും കൊച്ചിയിൽ വിപണി സജീവമാണ്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നും ക്യാമറാമാൻ അരവിന്ദിനോടൊപ്പം ഫിർദോസിയ.